ശ്രീ സായി സച്ചരിതം ഹേമന്ത് പാന്ത്. വിവർത്തനം സായിദാസ്. അധ്യായം 51. സായി ലീലാമൃതം. ശ്രീ മഹാഗണപതിക്ക് വന്ദനം. സരസ്വതീ ദേവിക്കും ശ്രീ ഗുരു മഹാരാജനും പരദേവതയ്ക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പുരുളാം സദ്ഗുരു ശ്രീ സായിശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവ്വം അടിയൻ്റെ പ്രണാമം. സായിനാഥ, അവിടുത്തെ കഥകൾ കേൾക്കുന്നവരും പറയുന്നവരും ഒരുപോലെ പരിശുദ്ധരാകുന്നു. സദ്ഗുരു കൃപയാലെ ഒരുവൻ ലക്ഷ്യപ്രാപ്തിയിലെത്തൂ എന്നത് തർക്കമറ്റ സംഗതിയാണ്. ബാബ കാക്ക സാഹിബിനെ തന്നരികിൽ ഉറപ്പിച്ചു നിർത്തിയത് എങ്ങനെയെന്ന് കേൾക്കൂ. കാക്ക സാഹിബ് ദീക്ഷിതിന് സായി ചരിതത്തിൽ വലിയ സ്ഥാനമാണുള്ളത്. പക്ഷേ ഇദ്ദേഹം ആദ്യമായി ശ്രദ്ധയിൽ വന്നത് എങ്ങനെയെന്ന് അറിയാവുന്നവർ വളരെ വിരളം. ഹരി സീതാറാം ദീക്ഷിത് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. സായി ഭക്തന്മാരാൽ അറിയപ്പെടുന്നത് കാക്ക സാഹിബ് ദീക്ഷിത്. 1909 വരെ സായി എന്ന വാക്കുപോലും അദ്ദേഹം കേട്ടിരുന്നില്ല. ഒരിക്കൽ നാനാ സാഹിബ് ചന്ദോർക്കർ ദീക്ഷിത്തിനെ ലോണാവാലയിൽ വെച്ച് കണ്ടുമുട്ടി. ഇരുവരും പഴയ സുഹൃത്തുക്കൾ. അവർ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് സംസാരിച്ചു. ദീക്ഷിത്തിന് ലണ്ടനിൽ വെച്ചൊരു കാർ ആക്സിഡൻ്റ് ഉണ്ടായി കാലിൽ പരിക്കേറ്റ കാര്യവും വിവരിച്ചു. അറിയാവുന്ന ചികിത്സകളൊക്കെ ചെയ്തിട്ടും കാൽ ശരിയാക്കാൻ കഴിഞ്ഞില്ല. ശരിയായി നടക്കാൻ ഇപ്പോഴും പറ്റുന്നില്ല. ഈ വിവരങ്ങൾ കേട്ടപ്പോൾ നാനയുടെ മനസ്സിൽ സദ്ഗുരു സായിനാഥൻ്റെ സ്മരണ ഉണർന്നു. അവിടുത്തെ വാക്കുകൾ ഓർമ്മ വന്നു. എൻ്റെ സ്വന്തക്കാരൻ എത്ര ദൂരെയാണെങ്കിലും 7 കടലിനപ്പുറമെങ്കിലും ഞാൻ അവനെ എന്നെ അരികിൽ കൊണ്ടുവരും. കുരുവിയുടെ കാലിൽ കെട്ടിയ ചരടിൽ പിടിച്ചു വലിക്കും പോലെ. നാന പറഞ്ഞു, സുഹൃത്തെ, താങ്കളുടെ കാൽ സുഖപ്പെടണമെങ്കിൽ, മുടന്ത് പൂർണ്ണമായും ഇല്ലാതാകണമെങ്കിൽ എൻ്റെ ഗുരുനാഥനരികിൽ വരൂ. അവിടുന്ന് നിങ്ങളെ സുഖപ്പെടുത്തും. താങ്കൾ ബാബയുടെ സ്വന്തക്കാരനല്ലെങ്കിൽ താങ്കൾക്ക് അവിടെ ചെല്ലുമ്പോൾ ആകർഷണം തോന്നില്ല. എന്തിന്? സായിയുടെ ദർശനം പോലും ലഭിക്കില്ല. നമ്മുടെ സ്വന്തം ഇച്ഛയ്ക്ക് അവിടെ യാതൊരു പങ്കുമില്ല. കാക്ക വിചാരിച്ചു, സായി ദർശനത്തിന് ഭാഗ്യം സിദ്ധിച്ചാൽ ആനന്ദപൂർണമായ മോക്ഷത്തിന് വേണ്ടി മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ. നിസ്സാര കാര്യത്തിനായി ഞാൻ ആ അവസരം പാഴാക്കില്ല. അനശ്വരമായ ആനന്ദം ലഭിക്കാനായി ഞാൻ സായിനാഥൻ്റെ ദാസനാകും. കാലിൻ്റെ മുടന്തല്ല, മനസ്സിൻ്റെ മുടന്താണ് എനിക്ക് മാറേണ്ടത്. എത്ര കാലമായി ഞാൻ സാധനകൾ അനുഷ്ഠിക്കുന്നു, അതെല്ലാം ചെയ്ത് തളർന്നിരിക്കുന്നു. മനസ്സ് നിയന്ത്രിക്കാൻ ഇപ്പോഴും എനിക്കാകുന്നില്ല. എൻ്റെ പിടിയിൽ നിന്ന് ഞാൻ അറിയാതെ തന്നെ വഴുതിപ്പോകുന്നു. പ്രിയപ്പെട്ട നാന, ഇതാണ് എൻ്റെ അവസ്ഥ. താങ്കളുടെ ഗുരുനാഥൻ്റെ ദർശനം ലഭിച്ചാൽ ഞാൻ ഇതിനു വേണ്ടിയേ പ്രാർത്ഥിക്കൂ. ദീക്ഷിത് തൻ്റെ അവസ്ഥ വിവരിച്ചു. കാക്ക സുഹൃത്ത് മിരിക്കാറിൻ്റെ ഗൃഹത്തിലെത്തി. ഷിർദി യാത്രയ്ക്കുള്ള ആലോചനയിൽ അവർ മുഴുകിയിരിക്കവേ അവിടെ സായിനാഥൻ തൻ്റെ ഭക്തനെ തന്നെ അരികിൽ കൊണ്ടുവരാനായി അവിടുത്തെ തനതായ ശൈലിയിൽ കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യുകയായിരുന്നു. ഭാര്യാപിതാവിന് അസുഖമാണെന്നും കഴിയുന്നതും വേഗം അഹമ്മദ് നഗറിൽ എത്തണമെന്നും ഒരു കമ്പി ശ്യാമയ്ക്ക് കിട്ടി. ബാബയുടെ അനുവാദവും വാങ്ങി അദ്ദേഹം യാത്രയായി. സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ശ്യാമയെ നാനാ സാഹിബ് പാൻസയും അപ്പാ സാഹിബ് ഗദ്രിയും യാദൃച്ഛികമായി കണ്ടുമുട്ടി. ഷിർദിയിലേക്ക് ദീക്ഷിതിനെ കൊണ്ടുപോകാൻ ഇതിലും പറ്റിയ ഒരാൾ ആരാണ്? ഭാഗ്യം തന്നെ. അവർ വിവരം ശ്യാമയെ അറിയിച്ചു. അദ്ദേഹത്തിന് അതിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. ഭാര്യാപിതാവിനെ കണ്ട ശേഷം ശ്യാമ മിരിക്കാറിൻ്റെ ഗൃഹത്തിലെത്തി. ഒരിക്കൽ മേഘ സൈസിൻ്റെ ചില്ലുപൊട്ടിയ ചിത്രം നന്നാക്കാനായി മിരിക്കാറിൻ്റെ മകൻ ബാലാസാഹേബിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടിരുന്നു. അത് ശരിയാക്കി തുണിയിട്ട് മൂടി വെച്ചിരിക്കുകയാണ്. ഇതുവരെയായിട്ടും അത് കൊണ്ടുകൊടുക്കാനായില്ല. ഇത് നല്ല അവസരം. ദീക്ഷിത്തിൻ്റെയും ശ്യാമയുടെയും കൈവശം ആ ചിത്രം കൊടുത്തുവിടാം എന്ന് ചിന്തിച്ച് ബാലാസാഹേബ് ചിത്രം എടുത്തുകൊണ്ടുവന്നു. മൂടിയിരുന്ന തുണി മാറ്റി. ചിത്രം കണ്ട് ദീക്ഷിത് വല്ലാതായി. മിഴികൾ നിറഞ്ഞു, ശരീരം വിറപൂണ്ടു. കൃപാമൂർത്തിയായ സായീശ്വരൻ തനിക്ക് ചിത്രത്തിലൂടെ ദർശനം നൽകിയതായി അദ്ദേഹത്തിന് ഉറപ്പായും തോന്നി. അദ്ദേഹം ചിത്രത്തിന് മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. ഒരിക്കൽ കൂടി സൂക്ഷിച്ചു നോക്കി. സുന്ദരമായ വശ്യമായ ചിത്രം, ജീവൻ തുടിക്കുന്ന മിഴികൾ, പുഞ്ചിരിക്കാൻ തുടങ്ങുന്നുവെന്ന് ശങ്കിപ്പിക്കുന്ന അധരങ്ങൾ. ദീക്ഷിത് മയങ്ങിപ്പോയി. ആരെ കാണാൻ മനമുഴറിയോ ആ പുണ്യപുരുഷൻ മുന്നിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ആത്മഹർഷം എത്രയായിരിക്കും? അതെല്ലാം ദീക്ഷിത്ത് ചിത്രം കണ്ട് അനുഭവിച്ചു. അവർ യാത്രയായി. റെയിൽവേ സ്റ്റേഷനിലെത്തി. 2ാം ക്ലാസ് ടിക്കറ്റ് എടുത്തു. വണ്ടിയിൽ കയറിയപ്പോൾ ഒരൊറ്റ സീറ്റില്ല. ഇരുവരും അസ്വസ്ഥരായി. ഇത്ര ദൂരം എങ്ങനെ നിന്ന് യാത്ര ചെയ്യും?
പെട്ടെന്ന് ദീക്ഷിത്തിന് പരിചയക്കാരനായ ഒരു ഗാർഡിൻ്റെ കാര്യം ഓർമ്മ വന്നു. ഗാർഡ് അവരെ 1-ാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ കയറ്റിയിരുത്തി. അങ്ങനെ രാജാതിരാജനെ കാണാൻ രാജകീയമായ ഒരു യാത്ര ശരിയായി. വണ്ടിയിൽ വെച്ച് ശ്യാമബാബയുടെ അത്ഭുത കഥകൾ ദീക്ഷിത്തിനെ പറഞ്ഞു കേൾപ്പിച്ചു. ആ അമൃത കഥയിലാണ്ടുപോയ ദീക്ഷിത് പലപ്പോഴും മിഴികൾ നിറഞ്ഞൊഴുകി. ആനന്ദത്തിൻ്റെ ഗദ്ഗതം തികട്ടി വന്നു. സമയം പോയതറിഞ്ഞില്ല. അവർ കോപ്പർഗാവോണിലെത്തി. അവിടെ വെച്ച് അവർ നാനയെ കണ്ടു. തമ്മിൽ കണ്ടപ്പോൾ അവർക്കുണ്ടായ ആഹ്ലാദം അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിച്ചു. മൂവരും കൂടി തിരുസന്നിധിയിലേക്ക് യാത്രയായി. വഴിയിൽ ഗോദാവരിയിൽ ഇറങ്ങി മുങ്ങി ശരീരം മനസ്സ് ശുദ്ധമാക്കി വീണ്ടും യാത്ര തുടർന്നു. ശ്രദ്ധയിലെത്തി. സായിനാഥനെ കണ്ടതും ദീക്ഷിത്തിൻ്റെ ഹൃദയം ആർദ്രമായി. കണ്ണുകൾ നിറഞ്ഞു. ആത്മഹർഷം നുരഞ്ഞു പൊന്തി. ശരീരം വിറപൂണ്ടു. വിഭുവിൻ്റെ സമീപം ചെന്നപ്പോൾ വാത്സല്യം മുറ്റി നിന്ന വാക്കുകൾ തിരുവധരങ്ങളിൽ നിന്നും പുറപ്പെട്ടു. ഞാനും നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നിന്നെ കൊണ്ടുവരാനായി ഞാനാണ് ശ്യാമയെ അയച്ചത്. സായി പ്രേമം അറിഞ്ഞതോടെ അതിശക്തമായ വികാരത്താൽ ദീക്ഷിത്തിൻ്റെ ശരീരം അടിമുടി വിറകൊണ്ടു. രോമാഞ്ചമുണ്ടായി. തൊണ്ടയിടറി. കണ്ണുകളിൽ നിന്നും കുടുകുടെ കണ്ണീരൊഴുകി. സായി തന്നെ കാത്തിരിക്കുകയായിരുന്നെന്ന് കേട്ടപ്പോൾ ആ ഭക്തന് ഒന്നും മിണ്ടാനായില്ല. എന്തു പറയാൻ? അദ്ദേഹം സായി മാതാവിൻ്റെ തൃപ്പാദം കെട്ടിപ്പിടിച്ചു. ചുംബനം കൊണ്ട് പൊതിഞ്ഞു. സായി തന്നിൽ ഇളക്കിവിട്ട ആനന്ദം ഈ പ്രപഞ്ചത്തിന് പോലും ഉൾക്കൊള്ളാനാവില്ലെന്ന് ആ പരമഭക്തൻ മനസ്സിലാക്കി. പിന്നീട് ഏറെ വർഷങ്ങൾ കാക്കാ ദീക്ഷിത്ത് ഷിർഡിയിൽ താമസിച്ചു. സായി സേവയ്ക്കായി അവിടെ വീടും വെച്ചു. തന്നെ സമ്പൂർണ്ണം സായി സേവയ്ക്കായി സമർപ്പിച്ചു. സായി സന്ദേശം പകർത്താനും പ്രചരിപ്പിക്കാനുമാണ് തൻ്റെ ജീവിതം എന്ന് അദ്ദേഹം തീരുമാനിച്ചുറച്ചു. പ്രിയമുള്ളവരെ, ഇക്കഥയിൽ നിന്നും ഒരു കാര്യം മനസ്സിലായില്ലേ? ആരാണോ ആത്മാർത്ഥമായി സായിനാഥനെ കാണാൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ ആഗ്രഹം സർവശക്തനായ സായീശ്വരൻ സാധിച്ചു കൊടുത്തിരിക്കും. തന്നരികിൽ ഭക്തനെ ബാബ വരുത്തും. അങ്ങനെ അവിടുന്ന് തൻ്റെ ഭക്തന് പരമാനന്ദം മേകുക തന്നെ ചെയ്യും. സായീശ്വരൻ്റെ ഭക്തന്മാർ കോടികളുണ്ട്. അതിന് പരിധിയില്ല. പക്ഷേ അവർക്കെല്ലാം ഒരൊറ്റ സായിയേയുള്ളൂ. അവിടുന്നാണ് ഓരോ ഭക്തൻ്റെയും മാതാവും പിതാവും ഗുരുവും ഭഗവാനും. ശരണാഗതനെ എപ്പോഴും സംരക്ഷിക്കുക അവിടുത്തെ പ്രതിജ്ഞയാണ്. മഹാസമാധി വേളയിൽ പോലും അവിടുന്ന് ദീക്ഷിത്തിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വിമാനത്തിൽ കയറ്റിക്കൊണ്ടുപോകും. ഒരിക്കൽ ഞങ്ങൾ തീവണ്ടി യാത്രയിലായിരുന്നു. ദീക്ഷിത്ത് സായീശ്വരനെക്കുറിച്ചൊരു കീർത്തനം പാടി. അങ്ങനെ സായി സ്മരണയിൽ മുഴുകിയിരിക്കെ ദീക്ഷിത്ത് എൻ്റെ ചുമലിൽ മെല്ലെ ശിരസ് വെച്ചു. അതോടെ എല്ലാം കഴിഞ്ഞു. ദീക്ഷിത്ത് പെട്ടെന്നൊരു വിമാനത്തിൽ കയറി ഉയർന്നു പോയതുപോലെ തോന്നി. ഒരു ചലനം പോലും ആ ശരീരത്തിനുണ്ടായില്ല. നിശ്ചലം, ശാന്തം. സായിനാഥൻ അരുളിയ പോലെ തന്നെ സംഭവിച്ചു. അന്ന് 1926 ജ്യേഷ്ഠമാസം ദീക്ഷിത് ഭൗതിക ശരീരം ഉപേക്ഷിച്ച് സായി പാദങ്ങളിൽ ചെന്നു ചേർന്നു. ഇതിൽ കൂടുതൽ എന്തു മഹാഭാഗ്യമാണ് ലഭിക്കാനുള്ളത്? ഇത്രയും വലിയ ഭാഗ്യമേകിയ സദ്ഗുരുവിന് എന്തു കൊടുത്താലാണ് മതിയാകുക? മറ്റൊരു സായി മഹാത്മ്യം കേൾക്കൂ. ഒരിക്കൽ ഗോദാവരി തീരത്തുള്ള രാജമന്ത്രിയിൽ ശ്രീ വാസുദേവാനന്ദ സരസ്വതി സ്വാമികൾ വന്ന് താമസം തുടങ്ങി. അദ്ദേഹം മഹാതപസ്വിയും കർമ്മയോഗിയുമായിരുന്നു. തെമ്പായി സ്വാമി എന്നും അറിയപ്പെട്ടിരുന്നു. ഒരിക്കൽ നാൻഡഡിലെ അഭിഭാഷകനായ പുണ്ടരീകറാവു സ്വാമികളെ ദർശിക്കാനായി വന്നു. ദർശനശേഷം അവർ പലതും സംസാരിച്ച കൂട്ടത്തിൽ സായീശ്വരനെക്കുറിച്ചും പറഞ്ഞു. സന്യാസി ആഹ്ലാദവാനായി. അദ്ദേഹം ഒരു നാളികേരം പുണ്ടരീകറാവുവിന് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഷിർഡിയിൽ പോകുമ്പോൾ ഇതെൻ്റെ സഹോദരനായ സായിക്ക് സമർപ്പിക്കണം. എൻ്റെ നമസ്കാരവും നൽകുക. ഞങ്ങൾ സ്വാമിമാർക്ക് അങ്ങനെ ചെയ്യരുതെന്ന് കീഴാചാരമുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ അത് ബാധകമല്ല. എൻ്റെ അന്വേഷണവും സായിനാഥനെ അറിയിക്കൂ. സന്യാസി സഹോദരൻ എന്ന് വിശേഷിപ്പിച്ചതിലും കാര്യമുണ്ട്. ഇരുവരും അഗ്നിഹോത്ര വ്രതം പിന്തുടരുന്നു. അതിനാൽ ഇരുവരും അഗ്നിഹോത്രികൾ തന്നെ. പുണ്ടലീകറാവു നാളികേരം വാങ്ങി മടക്കയാത്രയായി. ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഷിർഡിയിൽ പോകാനായി. അദ്ദേഹം സന്യാസി നൽകിയ നാളികേരവും എടുത്തു. യാത്രക്കിടെ മാൻമെഡിൽ വെച്ച് വിശപ്പ് സഹിക്കാനാവാതെ കൂട്ടത്തിലുള്ളവർ നാളികേരം പൊട്ടിച്ചു കഴിച്ചു. കുറ്റബോധത്താൽ ഭയത്താൽ കുനിഞ്ഞ ശിരസുമായി പുണ്ടലീകറാവു തിരുസന്നിധിയിലെത്തി നമസ്കരിച്ചു. ഉടൻ ബാബ ചോദിച്ചു, എൻ്റെ സഹോദരൻ തന്നുവിട്ട സാധനം എവിടെ? പുണ്ടലീകറാവു നടുങ്ങി, ഭയം കൊണ്ട് വിറച്ചു. സായി മാതാവിൻ്റെ തൃപ്പാദങ്ങൾ പിടിച്ചുകൊണ്ട് ദീനമായി പറഞ്ഞു, എന്നോട് ക്ഷമിക്കണേ ബാബ, മാപ്പിനായി ഞാൻ യാചിക്കുകയാണ്. എനിക്കിതല്ലാതെ മറ്റൊരു വഴിയില്ല ബാബ. അദ്ദേഹം അവിടത്തേക്ക് നൽകുവാനായി നാളികേരം തന്നുവിട്ടു. ഇങ്ങോട്ടുള്ള യാത്രയിൽ കുളി കഴിഞ്ഞ് വിശന്നിരിക്കെ ഞങ്ങൾ അറിയാതെ അതെടുത്ത് കഴിച്ചുപോയി. പൊറുക്കണേ, ഞാൻ ഉടനെ തന്നെ മറ്റൊരു നാളികേരം കൊണ്ടുവരാം. ഞാൻ കടുത്ത വിശ്വാസവഞ്ചനയാണ് ചെയ്തത്. തപസ്വിയായൊരു മഹാത്മാവ് അവിടത്തേക്ക് സമർപ്പിക്കാൻ നൽകിയ വസ്തു സ്വയം ഉപയോഗിക്കുക. മര്യാദയുടെ പരിധികളെല്ലാം ഞാൻ ലംഘിച്ചു. ഇതിനി എന്ത് പ്രായശ്ചിത്തമാണ് ചെയ്യാനുള്ളത്? ഇത്ര ലജ്ജകെട്ടവനാകാൻ എനിക്ക് എങ്ങനെ കഴിഞ്ഞു? ശ്രീ സായിനാഥനെ എല്ലാം കേട്ടു. അവിടുന്ന് പുഞ്ചിരിച്ചു. പിന്നീട് മെല്ലെ പറഞ്ഞു,
എൻ്റെ സഹോദരൻ എത്ര വിശ്വാസത്തോടു കൂടിയാണ് അത് നിൻ്റെ കയ്യിൽ തന്നയച്ചത്. ആ സഹോദരൻ്റെ ആഗ്രഹം സാധിക്കാതെ പോയില്ലേ? ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത്? ഇനി അതിനു പകരം എന്തു തന്നാലും പകരമാവില്ല. അതുകൊണ്ട് ഇക്കാര്യത്തെ ചൊല്ലി ദുഃഖിക്കേണ്ട കാര്യമില്ല. എൻ്റെ ഇച്ഛ മൂലമാണ് അദ്ദേഹം നിൻ്റെ കൈവശം അത് തന്നയച്ചത്. നിൻ്റെ സംഘത്തിലുള്ളവർ ആ നാളികേരം ഉടച്ചതും കഴിച്ചതും എൻ്റെ ഇച്ഛ മൂലം തന്നെ. അതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്തം, കർത്തൃത്വം ഏറ്റെടുത്ത് നീ കേഴുന്നതെന്തിന്? നിൻ്റെ അഹംബുദ്ധി കൊണ്ടാണ് അപരാധിയെന്ന് സ്വയം കരുതുന്നതും വിഷമം അനുഭവിക്കുന്നതും. നീയല്ല കർത്താവ് എന്ന് കരുതൂ. അതോടെ വിഷമതകൾ അകലുന്നത് കാണാം. നീയും നിൻ്റെ കൂട്ടരും എൻ്റെ മക്കൾ തന്നെ. നിങ്ങൾ ആഹരിച്ചതും എത്തിച്ചേർന്നതും എന്നിൽ തന്നെ. അതുകൊണ്ട് അഹംബുദ്ധി അകറ്റി ശാന്തമാകൂ. ബാബയുടെ വാക്കുകൾ കേട്ട് പുണ്ടലികറാവു ശാന്തനായി മനക്ലേശം ഉരുകിയൊലിച്ചു. ഈ നാളികേര ലീലയുടെ അവിടുന്ന് മിഥ്യാഹങ്കാരത്തെ തകർക്കാൻ പഠിപ്പിക്കുകയായിരുന്നു. വിസ്മയകരമായ മറ്റൊരു സായി ലീല കേൾക്കൂ. ദുരന്തർ കുടുംബം വലിയ വൈഷ്ണവ ഭക്തർ. ബോംബെ സമീപം സാന്താക്രൂസിലാണ് അവരുടെ താമസം. മഹാഭക്തന്മാരാണ് അവിടുത്തെ സഹോദരന്മാർ. ശ്രീരാമചന്ദ്രനായിരുന്നു ഇഷ്ടദേവത. സദാ രാമനാമം പാടി അവർ ജീവിതം നയിച്ചു. മഹാസുകൃതികളായ അവർക്ക് ഉന്നതമായ കീർത്തിയും പദവിയും സമൂഹത്തിൽ ഭഗവാൻ നൽകിയിരുന്നു. 1912 ദുരന്ത സഹോദരന്മാർക്ക് സായി ദർശനത്തിലുള്ള ഭാഗ്യമുണ്ടായി. ഇതിന് 6 മാസം മുമ്പ് മൂത്ത സഹോദരൻ ബാപ്പുജി സായിശ്വരനെ ദർശനം ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ വിവരണം കേട്ടതോടെ കുടുംബത്തിലെ ബാക്കിയുള്ളവർക്കും സായി ദർശനത്തിന് തിടുക്കമായി. അങ്ങനെ അവർ ഉടൻ തന്നെ ഷിർദിക്ക് പുറപ്പെട്ടു. ഈ സമയം സർവാന്തര്യാമിയായ സായീശ്വരൻ തൻ്റെ സമീപമുള്ള ഭക്തന്മാരോട് പറഞ്ഞു, ഇന്ന് എൻ്റെ ഏറെ ആളുകൾ എൻ്റെ സദസ്സിലെത്തുന്നുണ്ട്. താമസിയാതെ അവർ വന്നു ചേർന്നു. തങ്ങൾ വരുന്ന വിവരം ബാബ മുൻകൂട്ടി പറഞ്ഞത് കേട്ട് ദുരന്തർ സഹോദരന്മാർ ആശ്ചര്യഭരിതരായി, ആനന്ദപുളകിതരായി. അവർ കൺമിഴിച്ച് സായിയുടെ ആ സുന്ദര രൂപം മനസ്സിലേക്ക് ആവാഹിച്ചു. തൃപ്പാദത്തിൽ കെട്ടിപ്പിടിച്ച് ആനന്ദ കണ്ണീരൊഴുക്കി. അത് കണ്ട് ബാബ പറഞ്ഞു, നോക്കൂ, അവർ എത്തിക്കഴിഞ്ഞു. ഇതുതന്നെ ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നവർ. സായി സാമീപ്യത്തിൽ അവർ അനുപമമായ ആനന്ദം അനുഭവിച്ചു. ബലരാമിനെ നോക്കി സായീശ്വരൻ പ്രേമപൂർവ്വം പറഞ്ഞു, സമസ്ത വികാരങ്ങളെയും അടക്കി എന്നിൽ ശരണം തേടിയവൻ മഹാഭാഗ്യവാൻ. എന്നിലെല്ലാം സമർപ്പിച്ചവൻ അനുഗ്രഹീതൻ. സദ്ഗുരുവിൽ സമ്പൂർണ്ണം സമർപ്പണം നേടിയവന് ഗുരു അളവില്ലാത്ത ആനന്ദം കൊടുക്കും. അവൻ എപ്പോഴും ഗുരുകൃപയാൽ സംരക്ഷിക്കപ്പെടും. ഈ മഹത്തായ വാക്കുകൾ കേട്ട് അവർ ആഹ്ലാദഭരിതരായി. കുറച്ചു കഴിഞ്ഞ് അവർ ഭക്ഷണത്തിനായി പോയി. വീണ്ടും ദർശനത്തിനെത്തി. ബലരാമിന് സായിപാദങ്ങൾ തലോടാൻ അപ്പോൾ ഒരു അവസരം കിട്ടി. അദ്ദേഹം അത് വേണ്ട വിധം ഉപയോഗിച്ചു. ഈ സമയം ബാബ കളിമൺ പൈപ്പ് നീട്ടി പുകവലിക്കാൻ ബലരാമിനെ ആംഗ്യം കാണിച്ചു. ബലരാമിന് വലിക്കുന്ന സ്വഭാവമേ ഇല്ല. പക്ഷേ ഇത് സായിയുടെ കൽപ്പനയാണ്. അദ്ദേഹം അത് വാങ്ങി പണിപ്പെട്ട് വലിച്ചു. ജീവിതത്തിൽ ആദ്യത്തെ സംഭവം. ആ പുകവലി ബലരാമിൻ്റെ ജീവിതം തന്നെ മാറ്റിയെഴുതി. നാളിതുവരെ അലട്ടിക്കൊണ്ടിരുന്ന കാസരോഗം അതോടെ അകന്നു. പിന്നീട് രോഗം ബലരാമിനെ പീഡിപ്പിച്ചില്ല. പക്ഷേ ബലരാമിന് ഒരു പ്രാവശ്യം ശക്തമായ ചുമയും അസ്വസ്ഥതയും ഉണ്ടായി. ആർക്കും ഇതിൻ്റെ കാരണം പിടികിട്ടിയില്ല. പിന്നീട് വിസ്മയകരമായ അറിവ് കിട്ടി. ബലരാമിന് ക്ലേശമുണ്ടായ ദിവസം തന്നെയായിരുന്നു സായിനാഥൻ ശരീരം ഉപേക്ഷിച്ചത്. അന്നൊരു വ്യാഴാഴ്ച ആയിരുന്നതിനാൽ ബലരാമനും മറ്റുള്ളവർക്കും ചാവടി എഴുന്നള്ളത്ത് കാണാനുള്ള മഹാഭാഗ്യം സിദ്ധിച്ചു. ചാവടി ഘോഷയാത്രയുടെ ദിവ്യമായ രംഗം നേരിൽ കണ്ട് ആനന്ദിക്കാനായി. അതിദിവ്യമായിരുന്നു അപ്പോഴത്തെ സായി ദർശനം. ഘോഷയാത്ര ചാവടിയുടെ മുന്നിലെത്തുമ്പോൾ അവിടുന്ന് വടക്കോട്ട് അഭിമുഖമായി നിൽക്കും. കൈകൾ കൊണ്ട് എന്തൊക്കെയോ അംഗവിക്ഷേപങ്ങൾ കാണിക്കും. ഈ സമയം മാനസപതി ബാബയുടെ വലതുഭാഗത്തായിരിക്കും. അദ്ദേഹം ബാബയുടെ ചുമലിലെ വസ്ത്രത്തിൻ്റെ അറ്റം പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഇടതുഭാഗത്ത് റാന്തലുമായി താത്യാപ്പട്ടിയിലും നിൽക്കും. ചാവടിക്കകത്ത് സായീശ്വരൻ ഇരുന്ന ശേഷം ഭക്തന്മാർ എത്ര ഗംഭീരമായാണ് ആ ദിവ്യശരീരം അലങ്കരിക്കാറ്. വിലയേറിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിയിച്ച് ചന്ദനച്ചാറും പുരട്ടി ചില സമയം തലപ്പാവോ സ്വർണ്ണക്കിരീടമോ അണിയിക്കും. ഭക്തഹിതത്തിന് വഴങ്ങി അവിടുന്ന് അങ്ങനെ ഇരുന്നരുളും. അപ്പോഴേക്കും തൃപ്പാദം കഴുകി പൂജ തുടങ്ങും. നൈവേദ്യവും മറ്റും കഴിഞ്ഞാൽ ബാബയ്ക്ക് ആരതിയായി. 5 തിരിയിട്ട വിളക്കുകൊണ്ടും കർപ്പൂരം കൊണ്ടും ഉള്ള മംഗളാരതി. അതൊരു മഹനീയമായ കാഴ്ച. ഭക്തനെ അടിമുടി മാറ്റിമറിക്കുന്ന ദിവ്യപ്രഭ അപ്പോൾ തിരുമുഖത്ത് കാണാം. ദുരന്തർ സഹോദരന്മാർ പാണ്ഡുരംഗ വിഗ്രഹത്തിൻ്റെ തിരുമുഖത്തുള്ള ദിവ്യ ചൈതന്യം തന്നെ സായിയിൽ അപ്പോൾ ദർശിച്ചു. അവരുടെ കണ്ണഞ്ചിപ്പോയി. പ്രഭാതത്തിലെ കാക്കടെ ആരതിയും ആ സഹോദരന്മാർ കണ്ടു. മഹാഭാഗ്യവാന്മാരാണ് അവർ. മരണം വരെ തെല്ലും ഇളകാത്ത ഭക്തിയും വിശ്വാസവും ആ സഹോദരന്മാർക്ക് നിലനിർത്താനായി. സായീശ്വര, ഞാൻ അവിടുത്തെ തൃപ്പാദങ്ങളിൽ ശരണാഗതി അടയുകയാണ്. അവിടുന്ന് സദാ ഞങ്ങളെല്ലാം കാത്തുരക്ഷിക്കണേ. 51-ാം അധ്യായം സമാപ്തം. ഓം അസഹായ സഹായ